ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ക്രിസ്മസ് അവധിക്ക് ചെറിയൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലത്തെ സാമ്പ്രാണിക്കൊടി, മൺട്രോത്തുരുത്ത്, കൊല്ലം ബീച്ച് എന്നീ സ്ഥലങ്ങളിലാണ് കേട്ടോ പോയത്. ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിൽ ഏകദേശം 24 പേരോളം ഉണ്ടായിരുന്നു. എല്ലാവർക്കുള്ള ഫുഡ് കൊണ്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി അറേഞ്ച് ചെയ്ത സമയത്ത് തന്നെ വണ്ടിയുടെ കാശും ഫുഡിൻ്റെ കാശും കൂടി ചേർത്തിട്ട് ഒരു എമൗണ്ട് പറഞ്ഞു. ആ ഒരു എമൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ ഫുഡിനുള്ള കാശൊക്കെ കണ്ടെത്തിയത്. നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വിളമ്പി ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അത് പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വൺ ഡേ ട്രിപ്പൊക്കെ സംഘടിപ്പിക്കുമ്പോൾ മാക്സിമം ഫുഡ് കൊണ്ടുപോകാനാണ് ശ്രമിക്കാറുള്ളത്. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കൊണ്ടുപോയത് ദോശ, ചമ്മന്തി, രസവട, സാമ്പാർ, പിന്നെ കട്ടനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഉച്ചത്തേക്കുള്ള മെനു എന്ന് പറയുന്നത് ചോറുണ്ടായിരുന്നു, അവിയൽ, സാമ്പാർ, പിന്നെ തോരൻ, സലാഡ്, പുളിശ്ശേരി, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 5 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ കൊണ്ടുപോകലെല്ലാം പാത്രത്തിലാക്കി എല്ലാം റെഡിയാക്കി വെച്ചു. ഏകദേശം 5:45 വണ്ടി വന്നു. നമ്മൾ കറക്റ്റ് 6 മണിയായപ്പോൾ തന്നെ യാത്രയും തിരിച്ചു. ഞങ്ങളൊരു 8:30 ആയപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. അപ്പോൾ അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഏകദേശം ഒരു 10 മണിയായപ്പോൾ തന്നെ നമ്മൾ മൺട്രോത്തുരുത്തെത്തി. നമ്മൾ വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ തന്നെ ഈ വള്ളത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് വിളിക്കും. ഒരു വള്ളത്തിന് 1000 രൂപയാണ്. പരമാവധി 7 വരെയാണ് ഒരു വള്ളത്തിൽ കൊണ്ടുപോകുന്നത്. പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു 3-4 പേരെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി വരും. ഇത് ഞാനും എൻ്റെ അനിയത്തിയാണ്. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ വള്ളത്തിൽ കയറുന്നത്. ആദ്യമായിട്ടാണ് കയറുന്നതെങ്കിലും അങ്ങനെ ഞങ്ങൾക്ക് പേടിയൊന്നും തോന്നിയിട്ടില്ല. പിള്ളേർക്കാണെങ്കിലും അങ്ങനെ പേടിയൊന്നുമില്ല. അവരും ഫസ്റ്റ് ടൈമാണ്. നല്ല കൂളായിട്ടാണ് അവർ വള്ളത്തിൽ കയറിയത്. പിന്നെ മൺട്രോത്തുരുത്തിലെ വ്യൂ എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ. ശരിക്കും വളരെയധികം നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺട്രോത്തുരുത്തിൽ എന്തൊക്കെ കാഴ്ചകളൊക്കെയാണ് കാണാനുള്ളതെന്ന്. പക്ഷേ നമ്മൾ അത് യൂട്യൂബിലൊന്നും നോക്കിയ പോലെയുള്ള ആ കാഴ്ചകളൊന്നുമില്ല. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അത് നമ്മൾ നേരിട്ട് തന്നെ പോയി അത് ആസ്വദിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ളൊരു ഭംഗി നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ പാലമുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കുനിഞ്ഞു കൊടുക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലയിടത്തൊക്കെ നമ്മൾ വള്ളത്തിൽ ഇറങ്ങി ഇരിക്കേണ്ടി വരും കേട്ടോ. എന്നാൽ മാത്രമേ അതിൽ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും വള്ളത്തിൽ കയറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും 3 വള്ളം വേണ്ടി വന്നുള്ളൂ. ഞങ്ങൾ 3 ടീമും പോയത് ശരിക്കും പല പല സ്ഥലത്തു നിന്നാണ്. എന്നാലും അവർ ഞങ്ങൾ കുറേ ദൂരം എത്തുമ്പോൾ ഞങ്ങൾ എല്ലാ വള്ളവും കൂടി ഒരുമിച്ച് കൊണ്ടാക്കും. നമ്മൾ ആദ്യം വള്ളത്തിൽ കയറുമ്പോൾ നമ്മൾ വിശാലമായിട്ടുള്ള സ്ഥലത്തൂടെ ആയിരിക്കും പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറേ ദൂരം എത്തുമ്പോൾ ഇടുങ്ങിയ വഴികളിലൂടെയും അങ്ങനെയുള്ള സ്ഥലത്തൂടെയൊക്കെ ഇരിക്കും. പക്ഷേ അത് ഭയങ്കര നല്ല രസമായിരുന്നു അതൊക്കെ. അതുപോലെ ബോട്ടിങ് ശരിക്കും 2 മണിക്കൂറാണ്. അപ്പോൾ ആ 2 മണിക്കൂറെന്ന് പറയുമ്പോൾ നമുക്ക് 1000 രൂപ, 7 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളിന് 150 രൂപ വെച്ച് ആകുന്നുള്ളൂ. മൺട്രോത്തുരുത്തിൽ ഞങ്ങൾ കണ്ട എല്ലാ കാഴ്ചയും ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ പോകുന്ന സ്ഥലത്ത് കുറച്ച് ദൂരം നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും. അപ്പോൾ അത് കണക്കാക്കി നമ്മൾ പോയ ഒരു 3-4 വള്ളം അവിടെ കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരമൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാനൊക്കെ പറ്റും. ഹസ്ബൻഡ് വേറൊരു വള്ളത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. ഇതെൻ്റെ വലിയമ്മയുടെ മക്കളും അവരുടെ ഫാമിലീസും പിന്നെ വലിയച്ഛനും ഉണ്ട്. ഞങ്ങൾ 2 വള്ളങ്ങളിലായി വന്നവർക്കൊക്കെ കാലിൻ്റെ നടുവിലെത്തിയപ്പോൾ ഏകദേശം അടുപ്പിച്ച് വള്ളം നിർത്തി തന്ന ശേഷം ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരമൊക്കെ തന്നു കേട്ടോ. 10-11 മണി സമയത്താണ് കേട്ടോ ഞങ്ങളുടെ ഈ വള്ളത്തിലൂടെയുള്ള യാത്ര. ശരിക്കും നല്ല വെയിലും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വന്ന ആരും തന്നെ കുട എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ വലിയമ്മയുടെ മക്കളൊക്കെ പോയ ആ വള്ളത്തിൽ അവർ കുട എടുത്തിട്ടാണ് പോയത്. പക്ഷേ ഞങ്ങളാരും കുട എടുക്കാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് ഞങ്ങൾ വെയിൽ കൊണ്ട് കരിവാളിച്ചാണ് പുറത്തിറങ്ങേണ്ടി വന്നത്. ഇവിടെ നിന്ന് ബോട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സാമ്പ്രാണിക്കൊടിയിലേക്കാണ് കേട്ടോ. അവിടെ പോയി ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ ഈ കാണുന്ന വിധത്തിലുള്ള നല്ലൊരു സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തണലത്തൊക്കെ ഇരുന്ന് കഴിക്കാനും വിളമ്പുന്നതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു. അങ്ങനെ
അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്കാണ് പോയത്. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഐലൻഡ് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ബോട്ട് മാർഗമാണ് നമ്മൾ ആ ഐലൻഡിലേക്ക് പോകുന്നത്. ഒരാളിന് 150 രൂപയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും സാമ്പ്രാണിക്കൊടി ഐലൻഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് കുറച്ച് ആഴമുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ കണ്ടില്ലേ വളരെ കുറച്ച് ആഴമുള്ളൂ. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ചും കൂടി ആഴമുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ, ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് അവർ കച്ചവടമൊക്കെ നടത്തുന്നത്. ഇതുപോലുള്ള വള്ളങ്ങളിൽ ഒരാളിന് 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ മറ്റുള്ള തുരുത്തുകളിലൊക്കെ കൊണ്ടുപോയി കാണിക്കും. കൊല്ലം ബീച്ചിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, വെക്കേഷനൊക്കെ ആയതുകൊണ്ട്. കൊല്ലം ബീച്ചിൻ്റെ അടുത്ത് തന്നെ ജലകേളി കേന്ദ്രം, അവിടെ പിള്ളേർക്കുള്ള പാർക്കൊക്കെ ഉണ്ട്. അവിടുത്തെ എൻട്രി ഫീ 10 രൂപയാണ്. പിന്നെ ചില റൈഡിൽ കയറുന്നതിന് 20 രൂപയും ചിലതിൽ 10 രൂപയുള്ളൂ ചാർജ്. അങ്ങനെ 2024 ഞങ്ങളുടെ ചെറിയൊരു ഫാമിലി ട്രിപ്പ് കൊല്ലം ബീച്ചോടെ സമാപിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.